മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് സൺഡേ ആണെന്ന് ഇങ്ങനെ പറയാൻ വരിക, പക്ഷെ ഇന്ന് സൺഡേ അല്ല, ഇന്ന് മൺഡേ ആണ്. എന്തോ ഏർലി മെയ് പബ്ലിക് ഹോളിഡേ ആണ്. അതുകൊണ്ട് 3 ദിവസം അടുപ്പിച്ച് ഞങ്ങൾക്ക് മുടക്ക് കിട്ടി. അപ്പോൾ കുറേ ദിവസമായി ജോലിക്കൊക്കെ പോയിട്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. പക്ഷേ ഇന്നത്തോടെ കത്തിക്കൽ തീരും. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ രാവിലെ പതിവില്ലാണ്ട് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ്, രാവിലെ അല്ല 11:30 ആയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും. മുടിയൊക്കെ ഞാൻ എന്താ കെട്ടി വെച്ചതെന്ന് വെച്ചാൽ ഞാനൊന്ന് ബ്ലോ ഡ്രൈ ചെയ്തു, അതൊന്നും ഞാൻ കാണിച്ചില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരുടെ വിശേഷങ്ങളൊക്കെ എന്താണെന്നൊന്ന് നോക്കാം. മാളു എന്നും പതിവില്ലാണ്ട് എനിക്കുണ്ടല്ലോ. മാളുവിൻ്റെ GCSE എക്സാംസ് തുടങ്ങിയത്. മാളുവിന് ഒരു ഓൾ ദി ബെസ്റ്റ് പറയണം കേട്ടോ. ഇനി വേറെ ഒരാൾ ഇവിടെ എന്താണ് പരിപാടി എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഞാൻ ഈ കാണുന്നത്? കിച്ചണിലോ? ഗുഡ് മോർണിംഗ്. ഞാൻ അവിടെ കുളിക്കണ നേരം കൊണ്ട് ഒരു മഹാൻ ഇവിടെ അവനു വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. സാൻഡ്വിച്ച് കഴിച്ചല്ലേ? ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിച്ചു. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കണമെന്ന് ചോദിക്കാൻ വരെയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ചായ നിർബന്ധമാണ്. ചായ ഇട്ട് തുടങ്ങും. ഓഫീസിൽ പോണ ദിവസം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ചായ ഒന്നും കുടിക്കില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് കൊണ്ടും അവിടെ പോയിട്ട്, കാരണം രാവിലെ ഓട്ടോ അല്ലേ, എനിക്കിങ്ങനെ തിരക്കിട്ടിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചായ ഇട്ട് തുടങ്ങാം. ചായ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചായയുടെ മെയിൻ ആള് ഇവിടെ എത്തിയിട്ടുണ്ട്. ചായ കിട്ടിയാലേ രാവിലത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്നാണ് മാള് പറയാറ്. ഇന്ന് പറഞ്ഞല്ലോ, ഇന്ന് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പം എന്നാൽ വെറുതെ വീട്ടിലെ ഒരു സൺഡേ വ്ളോഗല്ല, വീട്ടിലെ ഒരു ഹോളിഡേ, സാധാരണ ഒരു ദിവസം കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സാധനം കാണിച്ചു തരാം. ഇന്നലെ ഇവിടെ കണ്ട സേവനവാരമായിരുന്നു ബൈ രാജേഷ്. ഇവിടെ ഇരുന്ന് ഫുള്ള് ഈ ടൈൽസ് ഇട്ട ഭാഗം അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല കേട്ടോ. അത് ഇനി നമുക്ക് മറ്റേ ഗ്രാസ് കട്ടിങ് മെഷീൻ കൊണ്ടുവന്നിട്ട് ചെയ്യണം. പിന്നെ നാളെ ഞാൻ കാണിച്ചു തന്ന എൻ്റെ റോസ് കണ്ടോ, അതിൽ ഒരു പൂവ് വിരിഞ്ഞു കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അടുത്ത മൊട്ട് ദേ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ഇതിൽ വന്നിട്ടില്ല, കുറച്ചുകൂടി മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ എൻ്റെ പുതിന ചെടി കണ്ട, ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ എനിക്ക് കുക്കിങ്ങിന് ആവശ്യമുള്ള പുതിനയൊക്കെ ഇവിടെ നിന്ന് കിട്ടും. നല്ല സ്മെല്ലാണ് അതിന് കേട്ടോ. ആ ഇല ഒന്ന് പിടിച്ചാൽ മതി, കയ്യിൽ ഭയങ്കര നല്ല സ്മെല്ലാണ്. ഈ ചെടി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാനൊരു ദിവസം ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് 2-3 ദിവസം എവിടെയോ മാറിപ്പോയ സമയത്ത് അടഞ്ഞ് ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചില്ല. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇനി വെള്ളം കിട്ടാണ്ട് ഇത് എന്താ പറയുക ഉണങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വാട്ടറിങ് കൂടിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ടിപ്സൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പറയണമെന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് സെയിം ഇഷ്യൂ ആണ്, വെള്ളം അധികമായി പോയിട്ടുണ്ടാവും, അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വെള്ളം ഒഴിക്കണ്ട. ടിപ്സ് പറഞ്ഞതെന്ന് എല്ലാവർക്കും താങ്ക്സ്. ചെടി എൻ്റെ വീണ്ടും നന്നായിട്ട് വന്നു. അപ്പോൾ ഇന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബ്രെഡ് ബട്ടർ ജാമാണ് ഞാൻ ഉണ്ടാക്കണേ. മാളുവിന് ജാം വേണ്ട പറഞ്ഞു. എന്നിട്ട് അത് ജസ്റ്റ് തവയിലൊന്ന് ടോസ്റ്റ് ചെയ്യാം. Good afternoon, Dania. Right now, it's 18 degrees Celsius. Alexa ആയിട്ടുള്ള ഗുസ്തി തുടങ്ങി ഇവിടെ രാവിലെ തന്നെ. Alexa, how are you? I'm feeling generous. Why not ask me to compliment you? എനിക്ക് അലക്സയോട് ഇങ്ങനെ വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സ്വകാര്യം പറയും അല്ലേ? അലക്സയോട് സ്വകാര്യത്തിൽ പറഞ്ഞാൽ സ്വകാര്യം പറയും, ഉറക്കെ പറഞ്ഞാൽ ഉറക്കെ പറയും, ചീത്ത പറഞ്ഞാൽ ചിലപ്പോൾ ചീത്തയും പറയും. അതും ചെയ്യും. അതെ, അതും ചെയ്യും. പാൻ നല്ല ചൂടായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വേഗം മറിച്ചിട്ടു. ജസ്റ്റ് ഇങ്ങനെ 2 പുറം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരാളവിടെ ചായയൊക്കെ കുടിച്ച് ഗാർഡനിൽ വ്യൂ ഒക്കെ കണ്ടിട്ട് മൊബൈലൊക്കെ നോക്കി ആസ്വദിച്ചിരിക്കുകയാണ്. മാളു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് മാളുവിനെ ഇത് കുളിക്കാൻ പറഞ്ഞു വിട്ടു. ഞാൻ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. പരിപ്പ് കുക്കറിൽ വേവിക്കാൻ പോവാണ്. ഇന്നൊരു നാടൻ
കൂട്ടാനുണ്ടാക്കാനാണ് വിചാരിക്കണേ. നമ്മുടെ പരിപ്പും മുരിങ്ങക്കായും മാങ്ങയും എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കാറുള്ള ഒരു കറിയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതിനിടയ്ക്ക് ഏട്ടൻ ഇവിടെ ഗാർഡനിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഹലോ മിസ്റ്റർ ഗാർഡനർ. ഹലോ. നിങ്ങളെ കൃഷിക്കാരനാവാൻ തീരുമാനിച്ചോ? 2 ചെടിച്ചട്ടി വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പൂക്കളുടെ വിത്തുണ്ടായിരുന്നു. അപ്പോൾ അത് വൈൽഡ് ഫ്ലവർ. മാളും ഇത് കണ്ടു കഴിഞ്ഞാൽ ഓടും. കാരണം എനിക്ക് അവിടെ ഇത് ഈ പൂമ്പാറ്റകളൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന തരം ചെടികളാണെന്ന് തോന്നുന്നു. അപ്പം അത് ഇട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മാളും ഈ രാജ്യം വിടും. ഇതാ രാജ്യം വിട്ടാലും കുഴപ്പമില്ല. ഒരു പൂമ്പാറ്റേനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കണ കാണാം. അല്ലെങ്കിൽ ഒരു ഈച്ച, എന്താ പറയാ, അങ്ങനത്തെ ചെറിയ ഫ്ലൈസിനെ കണ്ടാൽ മതി. ഓ എന്താ വരാൻ നോക്കാം. അതിനൊരു കഷ്ണം എൻ്റെ പല്ല് പൊടിക്കും. ഈ മാങ്ങ ഉപ്പ് കൂട്ടി കഴിക്കാൻ നല്ല രസം. ഉപ്പും മുളക് പൊടിയും. നാട്ടില് ഞങ്ങളുടെ വീട്ടില് വലിയ സ്ഥലമൊന്നുമില്ല, ഒരു മാവേ ഉള്ളൂ. പക്ഷെ ഒരെണ്ണം ഉള്ളെങ്കിലും അതിലിപ്പം നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം അമ്മ അവിടെ കഴിഞ്ഞ ആഴ്ച വീഡിയോ കോൾ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതേ ഈ ഇത്രയും മാങ്ങ ഞാൻ പരിപ്പിലിടാൻ പോവാം കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ ചമ്മന്തി അരയ്ക്കാൻ പോവാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അത് ഇതിൽ മുരിങ്ങക്കായും മാങ്ങയും പിന്നെ പരിപ്പ് ഓൾറെഡി നന്നായിട്ട് വെന്തുണ്ട്. അപ്പോൾ ഇത് ഇതിൽ കിടന്നിട്ടൊന്ന് നന്നായി തിളക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തിയുടെ പരിപാടി നോക്കാം. മാങ്ങ ചമ്മന്തി കണ്ടോ. ലേശം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ ഈ പരിവായിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ചമ്മന്തി ആയിട്ടല്ലേ വേണ്ടത്. കണ്ടോ നമ്മുടെ സൂപ്പർ മാങ്ങാ ചമ്മന്തി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി കൂട്ടാനിലേക്കുള്ള അരപ്പ് നാളികേരം ജീരകം മാത്രമാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. കണ്ടോ എനിക്ക് പിന്നെയും പണി കിട്ടി. ഞാനിവിടെ ഇതിനെന്താ പറയാ, ഞങ്ങൾ പറയാ അമരക്കായ എന്നാ. അമരക്കായ എന്നല്ല പറയാ. അമരക്കായ കൊത്തമരയോ അല്ല, കൊത്തമര അല്ല, അമരക്കായ. അപ്പോൾ ഇന്നലെ അമരക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ കാര്യം ഞാൻ മറന്നുപോയി. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം. ഇതിനൊപ്പം 2-3 വറ്റൽമുളക് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയാണ് ഇടുന്നത്. ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞപ്പൊടി. അപ്പോൾ ബാജി ഞാൻ ഇപ്പുറത്തെ സ്റ്റോവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്തത് ചോറായിക്കൊണ്ടിരിക്കുന്നു. കൂട്ടാനിൽ ഇനി നാളേരെ അരച്ച് വെച്ചിട്ടില്ല, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നാളേരെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. അപ്പോൾ ഇനി ഇതിലേക്ക് ലേശം കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഞാൻ. കളർ ഇത്തിരി കുറവാന്ന് തോന്നുന്നു. പിന്നെ എരിവിന് മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ കൊണ്ട് 2 സ്പൂൺ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നാളേരൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് എല്ലാം യോജിച്ചിട്ടുണ്ട്. നമുക്ക് കടുകും മുളകൊക്കെ പൊട്ടിച്ചിടാം. കൂട്ടാൻ ഞാൻ ഇവിടെ പാത്രത്തിലേക്ക് വാങ്ങി കാണിച്ചു തരാം. ആ എക്സോസ്റ്റ് ഒന്നും ഇടും.
ബാജി വീണ്ടും ഞാൻ വലിയ അടുപ്പിലേക്ക് മാറ്റിയതാണ് കേട്ടോ. നമ്മുടെ ബാജി ഫൈനൽ സ്റ്റേജിലായിട്ടോ. ജസ്റ്റ് ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതേ ലഞ്ച് റെഡിയായി. മുരിങ്ങക്കായും മാങ്ങയും പരിപ്പും കൂട്ടാൻ, അമരക്കായ ബാജി, മാങ്ങ ചമ്മന്തി. അപ്പോൾ ഏട്ടനും ആളും റെഡി ആയിട്ട് വന്നു. പുറത്തേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാനും പെട്ടെന്ന് ഡ്രസ്സൊന്ന് മാറിയിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. അപ്പോൾ അപ്രതീക്ഷിതമായ മഴ. നടന്നു പോക്ക് എന്തായാലും പറ്റില്ല. അവനാണ് ടാക്സി ബുക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങളിന്ന് കാലത്ത് പോകാമെന്ന് വിചാരിച്ച പ്ലാൻ ചേഞ്ച് ആയി. കാരണം ആ കട ഇന്ന് പബ്ലിക് ഹോളിഡേ കാരണം ഓഫാണ്. അപ്പോൾ അങ്ങോട്ട് പോയി ഞങ്ങൾ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇവിടേക്ക് എത്തി. എവിടെ സ്ഥലം എന്നറിയോ? ഇതാണ് പ്രൈമാർക്ക്. അപ്പോൾ പ്രൈമാർക്കിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. ഇത് രണ്ടുപേരും ചെരുപ്പോ എന്തൊക്കെയോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നുമില്ല, വെറുതെ പ്രൈമാർക്കിൽ കയറി. പക്ഷെ വെറുതെ 1-2 സാധനം എടുത്തപ്പോഴും പോക്കറ്റ് കയറി. സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില കൂടിയിട്ടോ അല്ലേ ഏട്ടാ? പ്രൈമാർക്കിൻ്റെ റേറ്റ് കുറച്ച് കൂടി. പ്രൈമാർക്ക് മാത്രമല്ല, ശരിക്കും മൊത്തത്തിൽ ഇവിടെ ഇപ്പോൾ ചെറിയ രീതിയിൽ ഇൻഫ്ലേഷനൊക്കെ ആണ്. ഞങ്ങൾ വന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്ത് വരുമ്പോൾ ഒരു 50-60 പൗണ്ടൊക്കെ ആണെങ്കിൽ അതിപ്പോൾ 100 പൗണ്ടൊക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിയിട്ടുണ്ട്. എന്തായാലും തിരിച്ച് ടാസ്ക് വിളിച്ച് വീട്ടിൽ പോകാൻ പോവാണ്. മഴ ഒന്ന് നിന്നിട്ടുണ്ട് കണ്ടോ, കുറച്ചൊന്ന് തുറന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ആശ്വാസം. അപ്പോൾ മാള് നമ്മുടെ ടിപ്പിക്കൽ കേരള ലഞ്ച് ആസ്വദിക്കാൻ പോവാണ്. കഴിച്ചു തുടങ്ങിക്കോളൂ. ഏട്ടൻ ഇത്ര നേരം ഫോണിലായിരുന്നു. ഞാനും ആളും ഒരു റൗണ്ട് കഴിഞ്ഞിപ്പോൾ സെക്കൻഡ് റൗണ്ട് തുടങ്ങി. എങ്ങനെയുണ്ട് കുട്ടി ഭക്ഷണം? നൊസ്റ്റാൾജിക് ഫീലിംഗ് വല്ലതും വന്നു? എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജി അടിച്ചു. പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കണ കറികളുടെ ഒരു ടേസ്റ്റ് സെയിം ആവില്ല, പക്ഷെ ആ ഒരു ഓർമ്മയൊക്കെ വന്നു. നമ്മള് നാട്ടിലൊക്കെ അല്ലേ എപ്പോഴും ചമ്മന്തി അരക്കണ പരിപാടി. അപ്പൊ നമ്മള് എന്താ പറയാ, പല സ്ഥലത്തൊക്കെ താമസിക്കുമ്പോൾ നൊസ്റ്റാൾജി അടിച്ച് സ്വയം ഉണ്ടാക്കുക, സ്വയം കഴിക്കുക, വേറെ ഓപ്ഷനൊന്നും ഇല്ല. എനിക്കും പണ്ട് എന്ത് ആളും എന്തോ ഒരു ചളിയും കൊണ്ട് വരുന്നുണ്ട്. എന്താണ്? പണ്ട് അമ്മ ഉണ്ടാക്കി തരുന്നത് ഓർമ്മ വരുന്നു. പണ്ട് അമ്മ ഉണ്ടാക്കി തരുന്നത് ഇപ്പൊ അമ്മയല്ലേ കൂടെ. ഇപ്പൊ സമയം 9 മണിയായിട്ടോ. ഞങ്ങൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചേരം TV കാണാന്ന് പറഞ്ഞിട്ട് ഇരുന്ന ഇരിപ്പാണ്. ആമസോണില് ഹാപ്പി ഫാമിലി എന്ന് പറഞ്ഞ ഒരു സീരീസ് കാണാം. 10 എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. കുറച്ച് കണ്ടിട്ട് ബാക്കി നാളെയും മറ്റന്നാളൊക്കെ കാണാന്ന് വിചാരിച്ചിരുന്നതാ. ഓൾമോസ്റ്റ് 6 എപ്പിസോഡ് ഫിനിഷ് ചെയ്തു. ആ ഒറ്റ ഇരിപ്പില് 3 പേര് ഇവിടുന്ന് അനങ്ങിയിട്ടില്ല എന്നുള്ളത്. കുഴപ്പമില്ല, കാണാൻ രസമുണ്ട്, കോമഡിയാണ്. അപ്പോൾ മിക്കവാറും ബാക്കി 4 കൂടി ഫിനിഷ് ചെയ്തിട്ടായിരിക്കും ഇന്ന് ഉറങ്ങാൻ പോണത്. ഞാൻ എന്തായാലും ഡിന്നറൊന്നും കഴിക്കില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും വിശപ്പുണ്ടോ? വേണോ? വേണമെങ്കിൽ ഫുഡൊക്കെ ഇരിപ്പുണ്ട്. അതാ സീരീസിന്റെ ഫൈനൽ ഇത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. എൻഡ് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. എടുക്കുക, കഴിക്കുക, എല്ലാം ഒന്നും തന്നെ എടുത്തു വെക്കുക. എന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു ഷോർട്ട്, എന്താ പറയാ, ഒരു ലേസി ഡേ വ്ളോഗ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഗുഡ് നൈറ്റ്. ബൈ.